ജോനി ഹായ് പറ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലാശിന മൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഉള്ളത് നിതിന ചേച്ചിയുടെ വീട്ടിലാണ്. ഞങ്ങൾ ഫെയർവെല്ലൊക്കെ കണ്ടു. ഇനി നെക്സ്റ്റ് ഉള്ളത് പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പാക്കിംഗ് കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാക്കിംഗ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്യുമല്ലോ, കിച്ചൺ ഐറ്റംസും അങ്ങനെ എല്ലാമൊക്കെ ആയപ്പോൾ നമ്മൾ ഓരോ വീട്ടിലൊക്കെ ആയിരുന്നു നമ്മൾ ഫുഡിനെ വിളിച്ചത്. അപ്പോൾ ഡിന്നറിനായിട്ട് ഇപ്പോൾ നിതിന ചേച്ചി വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി നല്ല ബിരിയാണി, ചിക്കൻ ഫ്രൈ, അത് ഗ്രില്ല് ചെയ്ത് ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ആക്കി എൻജോയ് ചെയ്തു അന്നത്തെ ഒരു നൈറ്റ് ഡിന്നർ. അച്ഛനും അമ്മയൊക്കെ ചേട്ടൻ്റെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ടാറ്റ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ ഫുഡിനെ വിളിച്ചതും അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്വീറ്റ് മൊമെൻറ്റ്സ് കുറേ ക്ലിപ്പുകളുണ്ടായിരുന്നു. അതെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വ്ളോഗ് ആക്കുന്നത്. അപ്പം ഇതിന് ചേച്ചി നിങ്ങൾക്കറിയാം, ഞാനും ചേച്ചിയും റീൽസൊക്കെ ചെയ്ത് കുറച്ച് കണ്ടിട്ടുള്ളൊരു ഫ്രെയിമാണ് ചേച്ചി. അപ്പോൾ അന്ന് നൈറ്റും ചേച്ചിയായിട്ട് റീലൊക്കെ എടുത്തു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെന്തായാലും കാണാൻ ഞാനൊരു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയേണ്ടത്, ഫുഡ് സൂപ്പറായിരുന്നു. റെനീഷേട്ടൻ്റെയും ചേച്ചിയുടെയും ജോനി ബേബിയുടെയും. നെക്സ്റ്റ് ഡേ പ്രഭുവും സതീഷ് ബ്രോയൊക്കെ വന്നു ഗിഫ്റ്റൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് സുധീഷ് സാറിൻ്റെയും സബിനയുടെയും വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അവിടെ നല്ല ഫുഡൊക്കെ ആയിരുന്നു. ആ ഒരു ടൈമിലായപ്പോൾ അമ്മ പിന്നെ നാട്ടിൽ നിന്ന് ഇട്ടുണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം കുട്ടികളെ കണ്ട് ഞാനിതിൽ ഹായ് പറയിപ്പിച്ചെടുത്ത് കേട്ടോ വ്ളോഗിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുള്ളത് ജാഗ്രത് സാറിൻ്റെ അടുത്താണ്. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഭയങ്കര അധികം സ്പെഷ്യൽ കാണില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ കേരള സ്റ്റൈലല്ലല്ലോ. ഈ ചേച്ചിയല്ല ഭാബി പപ്പടം ചൂടുക. ഭാബി ഉണ്ടാക്കിയ പപ്പടം എന്നാണ് കേട്ടോ പറഞ്ഞേ. നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തൊരു ക്യാമ്പ് ഫെയർ ആയിരുന്നു കേട്ടോ ഇത്. മാത്രമല്ല ആ ടൈം ഡിസംബർ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇത് നല്ല സുഖം. ഇവിടെ എത്തിയപ്പോൾ ഒരു വീട് മാതിരിയായിട്ടോ തോന്നിയേ. ഇവരുടെ ക്വാർട്ടർ മൊത്തം ഗാർഡനൊക്കെ ആക്കി വെച്ചു. നല്ല സ്പേസും ഗ്രൗണ്ടും എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. നൈറ്റ് ആയതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡ് എടുക്കാൻ പറ്റാത്തത്. A to Z വെജിറ്റബിൾസൊക്കെ ഒരുവിധം ഉള്ളത് അവർ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. ഒലിവർ കൊടുക്കേ. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ നമ്മൾ ഡിന്നറിന് വേണ്ടി പോവുമായിരുന്നു. അപ്പം നോർത്ത് ഇന്ത്യൻ ഡിഷസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അവർ വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും പ്രത്യേക ടേസ്റ്റ്. ആക്ച്വലി ഇവർ വന്നിട്ട് രാജസ്ഥാനക്കാരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിന് ചപ്പാത്തിയാണ് ആക്കിയിട്ടുള്ളത്. കുക്ക് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവരുടെ ആ ചേച്ചിയുടെ കുക്കിംഗ് സ്റ്റൈലാട്ടോ ഞാൻ ലൈവായിട്ട് കാണിക്കുന്നത്. നമ്മളെപ്പോലെയൊന്നും അല്ല ഇങ്ങനെ ഞാനിങ്ങനെ ആഡിലൊക്കെ കണ്ടോളൂ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ടുള്ള ഒരു ചപ്പാത്തി എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നി. നമ്മളെപ്പോലെയൊന്നും. അപ്പോൾ നമ്മൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്ത മാവ് പതഞ്ജലി മാവെന്നാണ് കേട്ടോ. ഞാൻ ആശീർവാദമായിരുന്നു കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ പതഞ്ജലി എന്ന് പറഞ്ഞു. പിന്നെ ഇത് ഗീ ആട്ടോ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ കുറച്ച് നേരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചപ്പാത്തി നല്ല റോളാക്കുന്നു. ഷേപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഏറ്റവും വലുത്. എനിക്ക് ചപ്പാത്തിക്ക് നല്ല ഇതാണെങ്കിൽ പോലും ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ചേച്ചി നല്ല റൗണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്കുന്നതൊക്കെ ഒരു സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അതാവുമ്പം തന്നെ ഉടനെ തന്നെ ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പൊങ്ങും. നല്ല പൊള്ളിച്ച ടേസ്റ്റ് ഭയങ്കര ഇതായിട്ട് നല്ല സോഫ്റ്റാണ്. ഒരു ഡ്രൈ മാതിരിയൊന്നും അല്ല ചപ്പാത്തി കഴിക്കുമ്പോൾ. ഇവരങ്ങനെ ഓയിലൊന്നും യൂസ് ചെയ്യത്തില്ല. ആക്കിയിട്ട് 2 ചപ്പാത്തി ആക്കിയിട്ട് ഇങ്ങനെ ഗീ ആണ് അവിടെ വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഗീ വെച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ചേച്ചി ചെയ്യാറ്.
ഹായ് ബോലോ. അപ്പോൾ ഞാൻ ഒട്ടിച്ചിവരുടെ ഓരോ ഹോം ഡെക്കോറും എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സെയിം ഇതാണ്. അപ്പോൾ ഓരോരുത്തർ അറേഞ്ച് ചെയ്യുന്നതിനുള്ള വ്യത്യാസമാണ് കേട്ടോ അവിടെ കാണുന്നത്. നല്ല കളർഫുള്ളാണ്. ഫുൾ രാജസ്ഥാനി സ്റ്റൈൽ തന്നെ വീട്ടിൽ ഫുള്ളാക്കിയിട്ടുണ്ട്. एक मूत बना दो ना उसको ये आपका शेप है मैडम. भैया 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 बोर्ड. थैंक यू थैंक यू. कैसे करो बोर्ड एक फोटो खींचते हैं बाद में नहीं करेगा नजदीक यहाँ पे सर लाइट है. ओके ओके गुड. താങ്ക് യു. ഇത് വന്നിട്ട് നമ്മുടെ പാക്കിങ്ങിൻ്റെ ലാസ്റ്റ് നൈറ്റിനായിട്ട് റാഷിദും തമ്മിയും സാർക്കൊക്കെ ഫുഡ് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് പാക്കിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ആ ടൈം കളയേണ്ടത് വിചാരിച്ച് ചേച്ചി വീട്ടിലോട്ടായിരുന്നു ഫുഡ് കൊണ്ടുവന്നത്. അങ്ങോട്ട് വരുമ്പോൾ അത്രയും ടൈം പോകുമല്ലോ എന്നായിരുന്നു. ചേച്ചിയാണെങ്കിൽ നാട്ടിൽ പോയിരിക്കുന്ന സമയത്തേ ചേച്ചി ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അയ്യോ വരാൻ പറ്റുമോ കാണാൻ പറ്റുമോ. അങ്ങനെ ചേച്ചിയുടെ സപ്പോർട്ട് ഭയങ്കര അധികം ഉണ്ടായിരുന്നു. ചേച്ചി അങ്ങനെ ലീവ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഫുഡുമായിട്ട് വന്നു. നല്ല കോഴിക്കോട് സ്റ്റൈലായിരുന്നു ഫുഡിന്. ഒരു വിധത്തിൽ ഫുഡ് അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അത്രയും പാക്കിങ്ങിനുള്ള ടൈം കിട്ടി. അതൊരു നല്ല കാര്യം തന്നെ ആയിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടപ്പോൾ തന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. മറ്റന്നാളാണ് പോകുന്നത്. നന്ദിനി സാപ്പിടണം. നന്ദിനി സ്പെഷ്യൽ ചേച്ചി. അതെ ഇത് വന്ന് ഞങ്ങൾ പോകുന്നതിൻ്റെ ലാസ്റ്റ് നൈറ്റാണ് കേട്ടോ. അപ്പം നാളെ ഞങ്ങൾ വെളുപ്പിനെ പോവുകയാണ്. അപ്പോൾ സാരഥി വക സ്പെഷ്യൽ നന്ദിനി വക പ്രിയങ്ക മോളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോക്ക് ഉറങ്ങുന്നുണ്ട്. അവർ നേരത്തെ പോയി. ഒരു സൈഡിൽ ഒലിവറും അമറും ഒക്കെ യശ്വന്തും എല്ലാം കൂടെ ചേർന്ന കളിയായിരുന്നു. ഒലിവറും അമറും ഏകദേശം ഒരേ ഒരു ഇതാണ്. 2-3 മാസത്തിന് വ്യത്യാസമുള്ള. യശ്വന്ത് ബേബി കുഞ്ഞു ബേബിയാണ് കേട്ടോ. അങ്ങനെ ഒരു വയസ്സാനായിട്ട് പോകുന്നേ ഉള്ളൂ. ഇനി അമർ കൊടുത്താട്ടെ. അമർ ഒന്നുകൂടെ കൊടുത്താട്ടെ. അമർ അമർ കൊടുത്താട്ടെ. അമർ കൊടുത്താട്ടെ. അമർ കൊടുത്താട്ടെ. മുത്തം കൊടുക്ക്. അമർ അമർ മുത്തം കൊടുക്ക്.
ഇനി യശ്വന്തിന്. യശ്വന്ത് ഇവന് ഒമർ ഒലിവർ 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 ബേബിക്ക് ഉപ്പ് എടുത്താട്ടെ. യശ്വന്ത് ബേബിക്ക് ഉപ്പ് എടുത്താട്ടെ. അയ്യോ നോക്ക് നോക്കി ഉപ്പ് കൊടുത്താട്ടെ. ഉപ്പ് കൊടുത്താട്ടെ. അന്തത്തേക്ക് അന്തത്തേക്ക് ലൈറ്റ് നീ പോട്ടെ. ഓക്കെ മതി 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 പോലും. അപ്പോൾ ഇതായിരുന്നു ഡിന്നർ നൈറ്റ് വ്ളോഗ്. നെക്സ്റ്റ് വീഡിയോ പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം അഖില ചീന മൈ സ്റ്റൈൽ.